ഇന്ന് പരിചയപ്പെടുന്ന ആസനമാണ് ശശാങ്കാസനം. ആദ്യം വജ്രാസനത്തിൽ ഇരിക്കണം. അതിനുശേഷം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതോടുകൂടി കൈകൾ മെല്ലെ മുകളിലേക്ക് ഉയർത്തുക. ശ്വാസം വിടുന്ന ക്രമത്തിന് മെല്ലെ ശരീരം മുന്നോട്ട് കൊണ്ടുവരിക. നെറ്റി തറയിൽ മുട്ടിക്കുക. സാധാരണ രീതിയിൽ ശ്വാസോച്ഛ്വാസം ചെയ്തിട്ട് വിശ്രമിക്കണം. ശ്വാസം എടുക്കുന്നതോടൊപ്പം കൈയും തലയും ഒരുപോലെ മുകളിലേക്ക് കൊണ്ടുവരിക. ശ്വാസം വിടുന്നതോടൊപ്പം കൈ താഴേക്ക് കൊണ്ടുവരാവുന്നതാണ്. ഒരു ദിവസം 4-5 തവണ ഈ ആസനം ചെയ്യാവുന്നതാണ്. ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ: പുറംപേശികളെ വികസിപ്പിച്ച് ഇടുപ്പെല്ലിന് യഥാർത്ഥ സ്ഥാനം നിലനിർത്താൻ ഈ ആസനം സഹായിക്കുന്നു. കൂടാതെ ഈ ആസനം നട്ടെല്ല്, കണങ്കാല്, മുട്ടുകൾ എന്നിവയ്ക്ക് വഴക്കം പ്രദാനം ചെയ്യുന്നു. നട്ടെല്ലിലെ നാഡികളും പേശികളും ശക്തിപ്പെടും. നഭോഗ്രന്ഥികളെയും അഹംഗ്രന്ഥികളെയും തൈറോയ്ഡ്, പിറ്റ്യൂട്ടറി, ടോൺസിൽസ് മുതലായവ വളരെ ബലപ്പെടുത്തും. ശീർഷാസനത്തിനു പകരം ഇത് അഭ്യസിച്ചാൽ ഭാഗികമായ ഫലം കിട്ടും. ഏകാഗ്രത വർദ്ധിപ്പിക്കാനും ഓർമ്മശക്തി കൂട്ടാനും ഈ യോഗാസന ക്രിയ സഹായിക്കും. ഒരു മുയൽ എങ്ങനെയാണോ വളരെ സുഖമായിട്ട് വിശ്രമിക്കുന്നത്, അതുപോലെ നമുക്ക് മനസ്സിനെ വളരെ വിശ്രമത്തിലേക്ക് കൊണ്ടുവരാവുന്ന വിശേഷപ്പെട്ട ആസന പ്രക്രിയയാണ് ശശാങ്കാസനം. അത് ദിവസവും 2-3 പ്രാവശ്യം ഓരോരുത്തർക്കും അഭ്യസിക്കാവുന്നതാണ്. ഈ ആസന പ്രക്രിയ ചെയ്യുന്നതിന് വലിയ എഫേർട്ടില്ലാത്തതാണ്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ തല നിലത്ത് മുട്ടിക്കുമ്പോൾ പൃഷ്ഠഭാഗം പൊങ്ങരുത്.